ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇവിടെ അടുത്തുള്ളൊരു പാർക്കിലേക്ക് പോകുവാണേ. കുക്കുച്ചൻ വണ്ടിയും കൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരമായി കേട്ടോ. ഞങ്ങൾ അങ്ങനെ വണ്ടി കയറി യാത്ര തുടങ്ങി. സ്വന്തമായി വണ്ടി എടുത്തതിന് ശേഷം ആദ്യമായിട്ടാട്ടോ ഇങ്ങനെ ഒന്ന് പുറത്തേക്ക് പോകുന്നത്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ റോഡ് രണ്ടായിട്ട് തിരിയുന്നേ. അങ്ങോട്ടുള്ള കാണുന്ന റോഡിൽ അത് ഇലക്ട്രോണിക് സിറ്റിക്കുള്ളതാണ്, ഇങ്ങോട്ടുള്ളത് ഹുസ്കൂറിന്. ഞങ്ങൾ നേരെ ഹുസ്കൂറിനുള്ള വഴിയെ കയറിയേ. ആ വലത് സൈഡിൽ കാണുന്ന കേട്ടോ പാർക്ക്. ഞങ്ങൾ മെയിൻ ഗേറ്റ് വഴിയല്ല പാർക്കിലേക്ക് കയറിയത്, അതുകൊണ്ട് എൻട്രൻസ് കാണിക്കാൻ പറ്റിയില്ലേ. കയറി വരുമ്പോൾ ആദ്യം തന്നെ കാണുന്നത് ഈ ലേക്കാണ്. ഈ പാർക്കിന് മുമ്പിലൂടെ പല തവണ പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു ലേക്ക് ഇവിടെ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. കുഞ്ഞു കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ കയ്യിൽ നിന്ന് ഇറങ്ങി നടക്കാൻ തുടങ്ങിയേ. രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയാണ് നമുക്കിവിടെ പ്രവേശനം ഉണ്ടാവുക. 1000 തടാകങ്ങളുടെ നാട് എന്നാണ് ബാംഗ്ലൂർ അറിയപ്പെടുന്നത്. 2023 ഒക്ടോബറിൽ ഈ ലേക്കിലേക്ക് അടുത്തുള്ള വേസ്റ്റ് പ്രോസസിംഗ് പ്ലാന്റിൽ നിന്ന് മലിനജലം വന്ന് ലേക്കിലെ വെള്ളം മലിനമായി. അന്ന് മീഡിയ ഇടപെട്ട് ലേക്ക് റീസ്റ്റോർ ചെയ്യുകയായിരുന്നേ. ബാംഗ്ലൂർ വന്നിട്ട് 3 വർഷം ആകാറായി. ഇത്രയും അടുത്ത് ഇങ്ങനൊരു പാർക്ക് ഉണ്ടായിട്ട് ഞങ്ങൾക്ക് ഇപ്പോഴാണ് ഇങ്ങോട്ട് വരാൻ പറ്റിയത്. ഞങ്ങൾ ഈ കാഴ്ചയൊക്കെ കണ്ട് മുമ്പോട്ട് നടന്നപ്പം ദാ നിൽക്കുന്ന 4 കാലുള്ള നാടൻ സുന്ദരികൾ. അവരെയും കണ്ട് സലാമം പറഞ്ഞ് മുമ്പോട്ട് നടന്നപ്പോൾ ആരുടെയോ ശവകുടീരങ്ങൾ കണ്ട്. ഇത് ആരുടെയാണെന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ ഇതിൻ്റെ ക്ലിയർ ആയിട്ടുള്ള ഫോട്ടോ ഞാൻ എൻ്റെ സൈഡിൽ കൊടുത്തേക്കാമേ. അവിടുന്ന് കുറച്ച് മുമ്പോട്ട് വന്നപ്പോഴതാ ഈ കാഴ്ച കണ്ടത്. ഇതും ഈ ലേക്കിന്റെ ഒരു ഭാഗമാണ്. കുറച്ചു പേര് ആ വരമ്പിന്റെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നേ. കുക്കുച്ചനും അവിടെ പോയി ഇറങ്ങാൻ പറ്റുന്നുണ്ടോന്ന് നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ കുത്തനെയുള്ള ഇറക്കമായിരുന്നുകൊണ്ട് ഞാൻ പറഞ്ഞു വേണ്ടാന്ന്. ആ കാണുന്നത് ഇല്ലിക്കാടുകളാണ്. അതിൽ നിറയെ പക്ഷികളുണ്ടായിരുന്നേ. അവ കൂട്ടത്തോടെ ശബ്ദം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അവിടുന്ന് നേരെ നടന്നപ്പോഴതാ ഈ വഴി കണ്ടത്. ആദ്യം ഞാൻ കരുതി വഴി മുറിഞ്ഞു കിടക്കുകയാണെന്ന്. പിന്നെ അടുത്ത് നിന്നപ്പോഴാ ചെറിയൊരു നടപ്പാത ഉണ്ടെന്ന് മനസ്സിലായേ. അവിടുന്ന് ഇപ്പുറത്തോട്ട് വീണാൽ ഈ വെള്ളത്തിലും അപ്പുറത്തോട്ട് വീണാൽ കുഴിയിലും കിടക്കും. അവിടെ കഴിഞ്ഞ് അപ്പുറത്തോട്ട് ചെന്നപ്പോൾ ഇഷയ്ക്കാണെങ്കിൽ അവിടെ കണ്ട മരത്തിലെ ഫ്ലവേഴ്സ് വേണമെന്ന് പറഞ്ഞ് നടക്കുമായിരുന്നു. ആദ്യം അവൾ എന്താ പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലായില്ലായിരുന്നു. പിന്നീട് അവൾ ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു തന്നു. അപ്പോഴാണ് ഞങ്ങൾക്ക് കുഞ്ഞ് ഫ്ലവേഴ്സിനെ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായതേ. ഇവിടെ നടക്കുമ്പോഴെല്ലാം കിളികളുടെ ശബ്ദം നന്നായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നേ. ഇതുപോലെ ഒപ്പം നല്ല കാറ്റും വീശുന്നുണ്ടായിരുന്നേ. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ കുക്കുച്ചൻ കുഞ്ഞിനെ തോളിലേറ്റ് നടക്കാൻ തുടങ്ങിയേ. ദൂരെ നിന്ന് കണ്ടപ്പോൾ ഈ കല്ല് ആരോ അവിടെ നിൽക്കുന്നത് പോലെയാ തോന്നിയത്. ഞങ്ങൾ കുറച്ചു നേരം ആ കല്ല് നോക്കി നിന്നു. നേരെ ഇരുട്ടുന്നത് കണ്ട് ഞങ്ങൾ തിരിച്ചു നടന്നേ. പോരുന്നതിന് മുമ്പ് ഞാൻ ആ ലേക്കിൻ്റെ അത്രയും ഭാഗം മാത്രം ഒന്നുകൂടെ മൊബൈൽ ക്യാമറയിൽ പകർത്തിയേ. ഇവിടെ ഞാൻ കണ്ട ഒരു നെഗറ്റീവ്, ഒരു തരത്തിലുള്ള ലൈറ്റും അവിടെ ഉണ്ടായിരുന്നില്ല എന്നതാണ്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.